ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സമൂസയുടെ റെസിപ്പിയാണ്. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ, ചോപ്പ് ചെയ്തെടുക്കുന്നതിനേക്കാളും. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വേവിച്ചെടുത്തത് അല്ലെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ളത്. ഞാൻ ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ചെറിയ കഷ്ണം, ഒരു 1/4 ഇഞ്ച് സൈസിൽ ഇഞ്ചി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് ചാട്ട് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണ് പെരുംജീരകം ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരിച്ചിരി. ഇനി ഇതിലോട്ട് വേണ്ടത് 1/2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെള്ള അവിൽ. ഇനി ഉപ്പ് ചേർത്തിട്ടില്ല, പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വഴറ്റിയെടുക്കുന്ന പരിപാടിയൊന്നുമില്ല, ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഷ്രെഡ് ചെയ്തിട്ടൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഷീറ്റിന് വേണ്ടിയിട്ട് മൈദ മാവ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇതൊന്ന് ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം കേട്ടോ. കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് റെസിപ്പിയിൽ കാണിച്ചിട്ടുള്ള ചപ്പാത്തി പോലെ നമ്മൾ പരത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഷീറ്റ്, ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഷീറ്റാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളത് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. 1/2 കപ്പ് വെള്ളം എനിക്ക് പാകത്തിനായിട്ടുണ്ട്. 1 കപ്പ് മൈദക്ക് 1/2 കപ്പ് വെള്ളം എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്കിത് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തവ ചൂടായ ശേഷം ഫ്ലെയിം നല്ലോണം കുറക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ചുറ്റിച്ചെടുക്കുക. ഒട്ടും ഹോൾസൊന്നും വരാത്ത രീതിയിൽ വേണം ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഫ്ലെയിം നല്ലോണം കുറക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മുകൾ ഭാഗം ചെറുതായിട്ട് കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി കുറച്ച് ഒരു 10 സെക്കൻഡ് ആകുമ്പോൾ ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റാം. ഇതുപോലെ ഓരോ ദോശയും ഉണ്ടാക്കി ഒരു പ്ലേറ്റിലോട്ട് നിരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ദോശ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. 3 ഷീറ്റായിട്ടാണ് ഒരു ദോശ ഇതുപോലെ 3 ഷീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഷീറ്റ് തന്നെയാണ്, അങ്ങനെ കട്ടിയായിട്ടുള്ള ഷീറ്റല്ല നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന പോലെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷീറ്റ് വെച്ചിട്ടും ഇതുപോലെ തന്നെ നമുക്ക് മടക്കിയെടുക്കാം. സമൂസ ഷേപ്പിൽ മടക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നോർമൽ ഷീറ്റ് വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചെന്നേ ഉള്ളൂ. അതുപോലെ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് ഇതിൻ്റെ അറ്റത്ത് മൈദമാവ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ അങ്ങനെ പൊട്ടി പോകുമൊന്നുമില്ല. നമുക്ക് സാധാ നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിലും ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു രീതിയിലും ഇതുപോലെ ഓരോ ഷീറ്റും നമ്മളിതുപോലെ ഫില്ലിങ് വെച്ചിട്ട് കവർ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഓരോന്നും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ദോശ മൊത്തം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കിതുപോലെ ഫില്ലിങ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു 13-15 സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഞാൻ കാണിച്ച ഈ ഒരു അളവിൽ. ഇനി ഫ്രൈ ചെയ്തെടുക്കുന്നത് സാധാ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി.
അപ്പോൾ ഇതൊരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഡയറക്റ്റ് ഉള്ളി ഫ്രൈ ആയി വരുന്നതല്ലേ ഈ ഒരു പൊരിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ നല്ലൊരു സ്മെല്ലാന്ന് പറഞ്ഞൊരു ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സമൂസയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.